അങ്ങനെ ഒരു അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാൾ സംശയം ഉണ്ടെങ്കിൽ അവർ പിടിച്ചു കൊടുക്കാനുള്ള മാർഗം വേറെയുണ്ട്, പോലീസ് സ്റ്റേഷൻ എത്തിക്കാനുള്ള മാർഗമുണ്ട്. പുതുശ്ശേരി പഞ്ചായത്തിലെ 2 ദിവസം മുൻപ് നടന്നിട്ടുള്ള ഛത്തീസ്ഗഡ് സ്വദേശിയായിട്ടുള്ള രാം നാരായൺ എന്ന ഒരു വ്യക്തിയെ എല്ലാവരും കൂടി ആൾക്കൂട്ട കൊലപാതകം നടത്തി ഒരു സംഭവം നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലജ്ജിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഈ സംഭവങ്ങളൊക്കെ ആൾക്കൂട്ട കൊലപാതകം എന്ന് പറയുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്നുവെന്ന് കേൾവിയാണ് നമുക്കുള്ളത്. പക്ഷെ കേരളത്തിൽ ഇത് 2ാമത്തെ കൊലപാതകമാണ്. ഒന്ന് അട്ടപ്പാടിയിലെ ശ്രീ മധുവിൻ്റെ ഒരു നേരത്തിന് ആഹാരത്തിന് വേണ്ടി ചോദിച്ചു പോയ ആ മധുവിനെ ഇതുപോലെ ആൾക്കൂട്ട മർദ്ദിച്ച് കൊല്ലുകയുണ്ടായി. ഇതും അതുപോലെ തന്നെ ഏകദേശം 2 മണിയാകുമ്പോഴാണ് അട്ടപ്പള്ളത്ത് അയാൾ അലഞ്ഞു തിരിഞ്ഞ് കണ്ടു എന്നും ആഹാരം ചോദിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അവിടുത്തെ ആരോ ആവട്ടെ, നമുക്ക് പ്രശ്നമല്ല. അങ്ങനെ ഒരു അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാൾ സംശയം ഉണ്ടെങ്കിൽ അവർ പിടിച്ചു കൊടുക്കാനുള്ള മാർഗം വേറെയുണ്ട്, പോലീസ് സ്റ്റേഷൻ എത്തിക്കാനുള്ള മാർഗമുണ്ട്. അല്ലാതെ തന്നെ ആരാണെന്നുള്ളത് അറിയിക്കാനുള്ള മാർഗമുണ്ടാകെ എല്ലാവരും കൂടി മർദ്ദിച്ച് കൊല്ലാനിടയായ സംഭവം കേരളത്തെയും കേരളത്തെ ജനങ്ങളെയും നമ്മൾക്കുൾപ്പെടെ എല്ലാവർക്കും മറ്റു സംസ്ഥാനത്തിൻ്റെ മുന്നിൽ ലജ്ജിപ്പിക്കേണ്ട ഒരവസ്ഥയാണ് ഉണ്ടായത്. പക്ഷെ അതിന് 100% ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്. ഒന്ന് അട്ടപ്പാടി, അത് കേരളത്തിൽ 2 നടന്ന പാലക്കാട് ജില്ലയിലാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ച് വേണ്ടപ്പെട്ടവർ ആരാണ് ഉത്തരവാദിയെ ശിക്ഷിക്കണം, അതിൽ നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ അറിഞ്ഞു 5 പേരെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു, 15 പേര് പ്രതികളുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പല പ്രതികളും ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് മറ്റു സംസ്ഥാനങ്ങളിൽ പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനകത്ത് മുഖം നോക്കേണ്ട കാര്യമില്ല, ആരായാലും നോക്കേണ്ട കാര്യമില്ല. അവരെ ഗവൺമെൻറ് ഗൗരവമൂലം കണക്കാക്കി അതിനെ പിടിച്ച് ശിക്ഷിക്കണം. ഇത് ആവർത്തിക്കാൻ പാടില്ല. അത് കേരളത്തിലെ പാലക്കാട് ജില്ല 2 കേരളത്തെ എല്ലാവർക്കും, കേരളത്തെ ഭരണകൂടത്തിൻ്റെ വീഴ്ചയായിട്ട് തന്നെ കാണണം. അതിന് ഗൗരവമായി ഗവൺമെൻറ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ എടുക്കണം. ഇല്ലെങ്കിൽ അതിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തുടർന്നിട്ടുള്ള സമരപരിപാടിയും മറ്റുമായിട്ട് അങ്ങനെ പോകും. അതോടൊപ്പം തന്നെ ഈ സംഭവം നടന്നപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിരിക്കുക. ബോഡി എടുക്കുന്നതിന് ആളില്ല, അവരുടെ ആളുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ പാവപ്പെട്ടവരാണ്, അവർക്ക് സാമ്പത്തികമായി വളരെ ജോലി അന്വേഷിച്ച് വന്നു എന്ന് അറിയാൻ കഴിഞ്ഞത്. ആ കുടുംബത്തിന് വേണ്ട ധനസഹായം ഗവൺമെൻറ് കൊടുക്കാൻ തയ്യാറാണ്. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് 100% ഇത് ആരോന്ന് പറഞ്ഞു, ആരായാലും വിരോധമില്ല, നമ്മളെ ലജ്ജിപ്പിക്കുന്നതാണ്. അത് ആവർത്തിക്കരുത് എന്നാണ് ഞങ്ങൾ പറയുന്നത്.